ചായ ഇവിടെ കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ എപ്പോൾ സ്ഥിരം അധികം ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ ആ ലൈവ് ഫുള്ള് ഒന്നും ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ചായ കുടിക്കുമ്പോൾ ഇതന്നെ. അപ്പോൾ അവരിപ്പം പറയും തിന്നുന്ന ഏടിയും കാണാനില്ല അങ്ങനെല്ലാം പറഞ്ഞ് കളിയാക്കുമല്ലോ. നല്ല ഫുഡിയാണല്ലോ, നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം പറയാറുണ്ട്. എന്തോ ഭാഗ്യത്തിന് പനിച്ചില്ല. ദോശയും ബാജിക്കറിയും എല്ലാരും കഴിച്ചാ കാര്യം ഒന്നും ഏത് കാര്യമൊന്നും മിണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അധികം ഇൻസ്റ്റയിലാണ് ലൈവിൽ. പിന്നെ പ്രത്യേകിച്ച് ഇതിലാണ് എൻ്റെ നാട്ടുകാർ കംപ്ലീറ്റ് ഉള്ളത്. അതിൽ കുറവാണ്. പിന്നെ അവരെ കളിയാക്കണം. അല്ല, ദോശ ബാജിക്കറി എല്ലാം പിള്ളേരെ ബാക്കി തള്ളിയതൊക്കെ. ചെറിയ വൺ തിന്നു വെച്ചാൽ ബാക്കി ഒരു അടിയിൽ കിടക്കുന്നുണ്ട്. മൂത്ത വൺ തിന്നതിന്റെ കറി ഇത്ര വരെ ബാക്കി, വേറെ ബാക്കി വന്നത്. ഷാരൂൺ ഹായ്. ഗുഡ് മോർണിംഗ് CK പ്രദീപൻ. കാണുന്നില്ലല്ലോ ആരും. കുറേ ആളുണ്ട്. ഞാൻ ഉണ്ടെന്ന് കാണുന്നില്ല. ഇൻസ്റ്റയിൽ ലൈവ് ഇടാന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും പനിച്ച് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടതിന് കുറച്ച് കമന്റെല്ലാം ഇട്ടിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് ലൈവിലേക്ക് കട്ടൻ ചായയാണ് കേട്ടോ. നോക്കുമ്പോൾ തണിഞ്ഞാറി കുറേ സമയം എടുത്തു വെച്ചിട്ട് എല്ലാവരും ലൈവ് ആക്റ്റീവാണ്. പക്ഷെ ആരും മുണ്ടെങ്കിലല്ലോ എല്ലാവരും ബിസിയാണോ? പിന്നെ ഞാൻ കാണിച്ചേരി കാവിലെല്ലാം പോയാലും ഒരുപാട് ആൾക്കാർ വീഡിയോസ് കാണുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കുറേ ആൾ വന്ന് മിണ്ടാൻ മടിയൊക്കെ ചിരിച്ചിട്ട് തലയാറ്റിലൊക്കെ പോകുന്നവരുണ്ട്. കുറേ ആൾക്കാർ വന്ന് മിണ്ടീന് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സന്തോഷം. അവരെ പേര് നോക്കാമല്ലോ, ഒരു 5-6 ഉണ്ടാവും ഇന്ത്യയിൽ. സൗമ്യല്ലേ റീൽസ് ഇടലുണ്ട്, റീൽസ് ഇടാറുണ്ടല്ലേ, കാണാറുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം മിണ്ടി. കട്ടൻ ചായയാണ് പൊതുവെ ചായക്കെല്ലാം ഒരു നല്ലത്. ചായക്കല്ല, നമ്മൾ ചായ കുടിക്കുമ്പോൾ കടികൾ ഉണ്ടാവില്ലേ, അതിനൊക്കെ കട്ടന ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നേ. ഒരാൾ ഓരോ ടേസ്റ്റ്. ഞാനിപ്പോൾ കാപ്പിനെ കൊടുക്കും. അതൊരു 11:30 ഇടയ്ക്ക് തോന്നുമ്പോൾ ഒരു കോഫി കുടിയുണ്ട്. ചായ കുടിക്കാറില്ല. ചായ ഞാൻ ഒഴിവാക്കി. ശുഭദിനം രാജ്. ഷിജു ഹായ്. റീൽസ് കാണുന്നവരെ നമുക്ക് ശരിക്കും കമന്റ് ഇടുന്നവർ, നമ്മളെ റീൽസ് കാണുന്നവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. വെറൈറ്റി കമന്റ് ഇടുന്നവരെ വേഗം മനസ്സിലാവും. ഇപ്പോൾ അങ്ങനെയുള്ളവരെല്ലാം വന്ന് മിണ്ടുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ റീൽസ് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് മിണ്ടുമ്പോൾ ശ്രീരാജ്. ഞാൻ ഇൻസ്റ്റയിൽ തീരെ ലൈവ് ഇടുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതല്ലോ, ഒന്ന് ചോറ് ഒന്ന് ചായ, ഇതേ ഡയലോഗ് വരുമോ? ഫുള്ള് തട്ടാണല്ലോ. എല്ലാവരും രാവിലെ കഴിക്കുന്നതിൻ്റെ ഞാൻ കഴിക്കുന്നത് 2 ദോശയാണ് കേട്ടോ. സാധാരണ ഈ ദോശ 2 എടുത്ത് നേരിയതാണ് കേട്ടോ. അങ്ങനെ വലിയ കട്ടിയൊന്നും പറയാനില്ല. നല്ല ഹോളെല്ലാം വീണ ദോശയില്ലേ, നല്ല പിള്ളേരൊന്നും പൊട്ടിച്ചേ.
അങ്ങനത്തെ ദോശ. ഇതിൻ്റെ തിക്നെസ് ഒന്നുമില്ല. ഈ ഫേസ്ബുക്കിൽ മാത്രമാണ് നെറ്റ് സ്ലോ. ശ്രീരാജ് നല്ലോണം ഫുഡ് കഴിച്ചായിരിക്കും അല്ലേ? 10 മണി. ഹായ്, ഗുഡ് മോർണിംഗ് അരുൺ. ഹായ്. ഉരുളക്കിഴങ്ങാണ്. ഇച്ചിരി ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ലേ? ജീരകവെള്ളം ഞാൻ വെച്ച് കുടിക്കാം. ഞാൻ ഇപ്പൊ കുറച്ച് റീൽസുകൾ കുറച്ച് 4 ദോശയെങ്കിലും വേണം. ഞാൻ 2 എന്നുള്ളൂ. അത് സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടിലൊരു ഒരു പെണ്ണ് കണ്ണൂർ ഡയറ്റിങ് ചെയ്തിട്ട് ഇതുവായെന്ന് ശേഷം നമുക്ക് പഠിക്കാൻ. ഞാൻ ഫുഡ് ഡയറ്റിംഗ് ഒന്നല്ല, കൺട്രോൾ എന്ന് പറയാത്തേ ഉള്ളൂ. അപ്പൊ എല്ലാം വളരെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ച എന്റെ ആമാശയും കൂടി ചുരുങ്ങിപ്പോയാ ചെറിയൊരു ടെൻഷൻ ഇല്ലാണ്ടില്ല. അതിനുശേഷം 3-4 ദിവസം വയറ് പോച്ചിലായിരുന്നു. രാഹുൽ ഹായ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷൻ എന്ന് വെച്ചാൽ അമ്മാതിരി ഭക്ഷണം കുറക്കലായാലും കുറച്ചില്ല, നല്ലോണം കുറച്ചില്ല. ഇത് ഇപ്പൊ 2 ദോശ എടുത്തി, അല്ല 1.5 ദോശ, 1 കഷ്ണം പെട്ട്. മോനെല്ലാം കൊടുക്കുന്ന അത്രയേ ഞാൻ ചോറെടുക്കൂ. മൂത്ത മോൻ എന്നോട് ചോദിക്കൂ, അമ്മ ഓനാണോ ഞാനാണോ മോന്? അങ്ങനെ ചോറ് കൊടുത്തിട്ടുണ്ടവൻ. ഇതായിരിക്കാം ചോറ് തന്നെ ചോദിക്കൂ. അത്ര കുറച്ച് ഞാൻ പറയുമ്പോ അനക്ക് ഓന് ഞാൻ പാടിട്ട് കൊടുക്കൂ. ഞാൻ ഓൻ കഴിക്കുന്ന ചോറായിരിക്കും. ഓൻ ചെറുത് കഴിക്കുന്ന പോലത്തെ ഇത്രയും ഉണ്ടാവും. അങ്ങനെയെല്ലാം കുറച്ച് പിന്നെ വൈകുന്നേരം ഒന്നും കാര്യമായിട്ടുണ്ടാക്കുന്നില്ല ചായക്കൊന്നും. എന്തെങ്കിലും ഒരു പരിപ്പട അങ്ങനത്തെ എന്തെങ്കിലും പുറത്തുപോയി ഒന്ന് വാങ്ങിക്കഴിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ വെച്ച് എൻ്റെ ആമശി ചിരിപ്പോയി ഉള്ളി. എന്നിട്ട് 2 ദിവസം ഞാൻ നല്ലോണം ഒന്ന് കഴിച്ചു നോക്കി. കൊള്ളുന്നുണ്ട്, സ്ഥലമുണ്ട്, ആമാശത്തിൽ കയറുന്നുണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ ഞാനാണ് യൂട്യൂബ് നോക്കല്ലേ. ഞാൻ പൊതുവെ യൂട്യൂബ് നോക്കിയാൽ ഇൻസ്റ്റാ ഫേസ്ബുക്ക് തന്നെ. യൂട്യൂബ് എന്തെങ്കിലും സ്ഥലങ്ങളാണെങ്കിൽ പറഞ്ഞ സെർച്ച് അതെന്താണ് ഏതാ സ്ഥലം നോക്കാം, അങ്ങനെ മാത്രം. വടകരയാണോ? അല്ല, കണ്ണൂർ. മയിൽ അശ്വിൻ ഹായ്. ചേച്ചി ഹായ്. വിമൽ കുന്നൂസ് ഹായ്. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അത് ഈ ഫേസ്ബുക്കിൽ ലൈവിൽ വന്നിട്ട് പറയാൻ കുറച്ച് മടിയുണ്ട്. എന്താണെന്ന് അറിയില്ല, ഫുള്ള് നാട്ടുകാരായോണ്ടായിരിക്കും. പോയാലും പറയും. രാവിലെ തന്നെ തീയത്തിലൊന്നും പോകുന്നോണ്ട് പറയും, ഓ നീ ഇവിടെ എത്തിയാ അടുത്ത രാവിലെ ഞാൻ പോയിട്ടുണ്ടാവും. അപ്പൊ അവര് അവിടെ എത്തുന്നില്ലേ, പിന്നെ അന്ന മാത്രം പറയും എന്നോട്, ഓ നീ ഇവിടെ എത്തിയാവും. എല്ലാവരും അങ്ങനെയൊക്കെ അറിയാം. അതൊക്കെ രസമായിട്ട് എടുക്കുള്ളൂ കേട്ടാ. ദോശക്ക് ചട്നിയും ചമ്മന്തി സൂപ്പറാണ്. സൂപ്പറാണ്, ചട്നി സൂപ്പറാണ്. പിന്നെ ചെറിയ മോന് സ്കൂളിൽ ദോശ കൊണ്ടുപോയി ഉച്ചക്ക്. അപ്പൊ ചട്നി ആകുമ്പോൾ അത് കുറച്ചൊന്ന് ടേസ്റ്റ് മാറും. നമ്മൾ ഉള്ളി അത് ഇതെല്ലാം ഇട്ട് അരക്കുന്നോണ്ട് അതുകൊണ്ട് ചട്നി ആക്കിയിട്ടില്ല. ശരിക്കും എന്താ കഴിക്കുന്നത്? ദോശയും ഉരുളക്കിഴങ്ങ് കറിയും. ഇത് ഉരുളക്കിഴങ്ങ് ദോശ. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് സാധാരണ കുക്കറിലിട്ട് വിസിലടിച്ച് അതിനകത്തേക്ക് പിന്നെ ഗരം മസാല പൊടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച് മല്ലിച്ചപ്പ് ടോഫാക്കും. തേങ്ങാപ്പാൽ നിൽക്കില്ല, അത് വരട്ടി കുറച്ച് നല്ല ടേസ്റ്റ് അല്ലേ. കുട്ടികൾക്ക് വാങ്ങിയുണ്ട്. വേണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഞാൻ നമ്പർ അയച്ചുതരാം. വീട്ടിലെ അച്ഛൻ്റെ നമ്പർ. പൊതുവേ നമ്പർ ഇട്ടിട്ട് കഴിഞ്ഞൊരു അബദ്ധം പറ്റി. ഞാൻ നേരിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നമ്പർ തമിഴ്നാട്ടിൽ നിന്ന് നേടുന്നല്ലോ. പരക്കക്കുളം നമുക്ക് സൂര്യക്കട നേടുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതേ കഴിക്കുന്ന അത്രേ. പിള്ളേർ സ്കൂൾ പോയി. മൂത്തവനൊരു ഉണ്ട്. അതുകൊണ്ട് ഡയറ്റിങ്ങനെ കുറച്ച് ഞാൻ മെലിഞ്ഞ് എന്നിട്ട് ആ ഡയറ്റിങ്ങിന് ആ പെണ്ണിനൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂട്ടി ഭക്ഷണം. ഹായ് ബബ്ബ ഹായ്. മുകേഷ് ഹായ്. മുകേഷ് നമ്മളെ ജയസീൽക്കാരനാണ്. അതിൻ്റെ അകത്ത് അവരെ വണ്ടി കയറിയിട്ട് ഞാൻ അന്ന് റീൽസ് എടുത്തേ.
ഈ 2 ദോശയിൽ സത്യം പറഞ്ഞാൽ കഴിക്കാനൊന്നുമില്ല കേട്ടാ. മാക്സിമം പണ്ടെല്ലാം ഞാൻ 3 പൊറോട്ട തളർന്ന് ഞങ്ങൾക്ക് ആകെ ഇപ്പോൾ 1 പൊറോട്ട 1.5 പൊറോട്ട തിന്നാൻ കഴിയുള്ളൂ. ഫുള്ള് കുറച്ച് മീനായാലും അങ്ങനെ തന്നെ. അയ്യോ ചോറ് ആൾ വെച്ചിട്ടുണ്ട്, അത് ഫുള്ള് ചീഞ്ഞു റൈസ് കുക്കറിൽ ഒത്തിരി മറന്നുപോയി. ഹായ് സതീശൻ, ഹായ് ഷിമോജി, ഹായ്. ചോറ് തന്നെയായിരിക്കും. നമുക്ക് കയറുന്നു ദോശ അത്രയും കയറുന്നില്ല. 1.5 ദോശ കഴിക്കാൻ മതി. ബാക്കി ഏതൊക്കെ ചെക്കനടിയിൽ കടിച്ചിട്ടിനുള്ളിൽ പിശി പിള്ളേർ വീട്ടിൽ തന്നെ ഞാൻ തിന്നേ. എന്തോ കാര്യമായിട്ട് തട്ടി വിടുന്നുണ്ടല്ലോ മഞ്ജുനാഥൻ. കുളിച്ചിട്ടില്ല തോന്നുന്നു. ഇല്ല, രാവിലെ കുളിയൊന്നുമില്ല. അത്രക്ക് പതിവ്രത അല്ല. കുളിയൊന്നും രാവിലെ ഇല്ല കേട്ടാ. രാത്രിക്ക് കിടക്കാൻ നോക്കുമ്പോൾ ഞാൻ കുളിക്കാം. പിന്നെ രാവിലെ കുളിച്ചാലും നടക്കുന്നില്ല, പരിപാടിയൊന്നുമില്ല. ദോശയ്ക്ക് എന്താ കറി? ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്, ഗരം മസാല, മല്ലിച്ചപ്പ്. ഞങ്ങൾക്ക് മല്ലിച്ചപ്പ് എല്ലാവരും നിർബന്ധമാണ്. സകലേനും മല്ലിച്ചപ്പ്. അത് ഇല്ലാണ്ട് ശരിയാകാത്ത അവസ്ഥ. കറി വെച്ചതിലുണ്ടാവും. കട്ടനാണ്, കട്ടൻ. സജീർ, ഹായ്, ഹലോ. ഇത്രയും തിന്നാൻ വേണ്ടി നമ്മൾ ശരിക്കില്ലേ ഭക്ഷണം കുറച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ കഴിയില്ല. ഐസ്ക്രീമിന്റെ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഞാൻ. ഐസ്ക്രീം ഭക്ഷണം കുറച്ച് ഐസ്ക്രീം ഇപ്പം കാണുന്നതോ ഇഷ്ടമാകുന്നില്ല. ഐസ്ക്രീമിനോട് അത്ര വലിയ ഇഷ്ടമില്ല. വല്ലപ്പോഴും ഒന്ന് കഴിക്കുക മാത്രം. അല്ലെങ്കിൽ അധികം കിടക്കുന്നതാണ്. ഇങ്ങനത്തെ ഐസ്ക്രീം പാട്ടിയായിട്ട് ഡെയിലി വാങ്ങിക്കൂട്ടുക. ആ ഒരു സമയത്ത് ഭയങ്കര കായ്ച്ച് പീരാന്തായ ഇങ്ങനെ ഫുഡ് ആയ സമയത്ത് ഞാൻ ഐസ്ക്രീം അധികം വാങ്ങുന്നുണ്ട്. ഇപ്പൊ വാങ്ങൽ നിർത്തി. അതുകൊണ്ട് ഇതിന്റെ ഡബ്ബ കുറേ കിടക്കുന്നുണ്ട്. എനിക്കും എന്താ കാര്യമായിട്ട്. ഹായ് ഷിമു, ഷമീജ്, ഹായ് ഹായ് സൗമ്യ, സതീശൻ, ഹായ് ഹായ് പ്രഭാത്, ഹായ്. ഇത് നമ്മളൊരു കമന്റ് ഇപ്പം വായിച്ചിട്ട് സാപ്പാട് ജസ്റ്റിൻ, ഹായ്. തൃശ്ശൂർ പൂരം കാണാൻ വന്നോളൂ, ഹായ്. ഹാപ്പി ഹോളി. ഇന്ന് ഹോളി ആയിട്ട് ഉരുളക്കിഴങ്ങ് കറിയാണോ? എല്ലാ കഷ്ണമിട്ട് വെക്കാനാണ്. പച്ച പീസ് ഗ്രീൻ പീസ് എടുക്കായിരുന്നു, ക്യാരറ്റ് എടുക്കായിരുന്നു. ഹോളിക്കറി അങ്ങനെ ഹോളിക്കുന്ന റിയലുണ്ടാ അറിയില്ല കേട്ടോ. ചപ്പാടല്ലേ രാവിലത്തെ. നിങ്ങളൊക്കെ കഴിച്ചോ? ഒരുത്ത ടി വി കാണുന്നുണ്ട്. നാളെ എക്സാം ആണ്. ചെറിയ മോന് സ്കൂളിൽ പോയി. ആകാശദൂതിലെ പാട്ട് കരഞ്ഞു പാടിയ വല്ലാതെ സേവനായി. ഓ അതെയോ. മെയ് 6 തൃശ്ശൂർ പൂരം. ഓക്കെ. ഐസ്ക്രീം ഇഷ്ടമല്ല, വലിയ പാക്ക് തന്നെ കയ്യിലുണ്ടല്ലോ. അത് ഐസ്ക്രീമിന്റെ പാക്ക് ഉപയോഗിച്ച് തീർന്നത്. അങ്ങനെ ഞാൻ വാങ്ങിക്കൂട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഫുൾ അച്ചാറാണ്. അച്ചാർ ഞാനൊരു അച്ചാർ വീട്ടിലോ മറ്റില്ലാത്തോണ്ടിട്ട് മാങ്ങിയച്ചാറക്കര ഒറ്റപ്പച്ചാറാണ്. ഇത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നുന്നില്ല. ഞാൻ ആക്കിയതാണ്. എന്താ നല്ല എണ്ണയിലുണ്ട്. ഇത് തുറന്നാ തിന്നാൻ തോന്നും. ചായക്കൊന്നും തിന്നാവില്ല. ഇനി എടുക്കുക, ചാറൊക്കെ തിന്നാം. അതായത് മാങ്ങ പുളിയും മധുരമുള്ളതാണ് ഞാൻ ഇട്ടെ. ഉരുളിയാക്കി കഴിക്കണം. വറുപ്പുണ്ട്. പിന്നെ കാണാം. ഓക്കെ. ഉച്ചക്ക് സ്പെഷ്യൽ എന്താ? ദോശയായിരിക്കും മിക്കവാറും. അല്ല, ചോറ് വെച്ചിരുന്ന്. അത് സത്യം. ദോശയാക്കാന്ന് വിചാരിച്ചേ. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രി കെട്ടിന്റെ പണി കിട്ടും. രാത്രിത്തേക്കുള്ള ദോശയില്ല.
അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് വെക്കാം. അപ്പോൾ കുറച്ച് ചോറ് വെച്ചു. അപ്പോൾ ഇന്നലത്തെ പരിപ്പ് കറി ബാക്കിയുണ്ട്, കളയാൻ കഴിയുന്നില്ലോ. അത് കൂട്ടിയിട്ട് എനിക്ക് ചോറുന്നു. കുഞ്ഞു മത്തിയുണ്ട്, അത് ചിലപ്പോൾ ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ മുളേശനിടും. ഹായ് മാഡം ബിജിൻ, ഹായ് രാജൻ, ഹായ്. സത്യം നമുക്ക് മതിയായിട്ടാ, ഞാൻ ഇങ്ങനെ ഉരുട്ടി കുത്തിച്ചായിരുന്നു. ഞായറാഴ്ച ദിവസം ലൈവിൽ വരൂ. ഓക്കെ, ഞായറാഴ്ച ലൈവിൽ വരാം. വിനോദ് ഹായ്. ഞാൻ അധികം ഇൻസ്റ്റയിലെ ലൈവ് നോക്കും, ഞാൻ അധികം. എന്തോ എനിക്ക് ഇതില് അങ്ങനെ വരാനൊരു ഇച്ചിരി ഇത് എന്നാണ്. ഹായ് പ്രിയേച്ചി, ഹായ്. മറന്നു വിനോദൻ? ഇല്ല, ഞാൻ സ്ഥിരം കമന്റ് ഇടുന്ന ആൾക്കാരെ മറക്കില്ല. The Persian kingdom. So there were many magicians and sorcerers. They give worship to this evil deity. That's why this deity is being charged in the സുഖം തന്നെ. മഴയുടെ റീൽസ് എല്ലാവരും കൊണ്ട് പരിക്കും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പരിക്കില്ല. ആ മഴ ഫുള്ള് ഞാൻ നനഞ്ഞു. അന്ന് ലൈവ് ഇട്ടുണ്ട്. ഫുള്ള് മഴ നനഞ്ഞ് കുളിച്ച് കാറെല്ലാം മഴയത്ത് ഫുള്ള് കഴുകി. മയിൽ പോയി വന്ന ശേഷം മഴയുണ്ടായി. ആ ചായ പരിപ്പാടിയും ചായയും കുടിച്ചപാട് മഴയത്തിറങ്ങി. റീലും എടുത്തു, കാറും കഴുകി. കാറ് കുഴക്കിണറിലെ വെള്ളമായതുകൊണ്ട് കഴുകാൻ പറ്റില്ല, ഫുള്ള് കലയായതുകൊണ്ട്. പിന്നെ ഫിൽറ്റർ വെള്ളം എടുത്തിട്ട് ബക്കറ്റിൽ ചിലപ്പോൾ എടുത്ത് കരുതുന്ന സുഖം പറയും, ഒരു സുഖം ഉണ്ടാവില്ല. ഫുള്ള് നമ്മുടെ പൈപ്പിൽ വെള്ളടിച്ച് കാറ് കഴിയുമ്പോൾ പണിയും കഴിയും. കാലത്തിന്റെ തള്ളു തുടങ്ങിയല്ലോ. തള്ളന്നെ ഉള്ളതെല്ലാം പറയുമ്പോൾ തള്ളു വെക്കാരെ വിളിച്ചിന് എന്തൊക്കെയുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. അജിത്ത് ഹായ്. ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞത് മുതൽ ഡാൻസ് കളി സൂപ്പർ. ഞാനായ സത്യം പറഞ്ഞാല് ഈ റീൽസ് ഇല്ലേ, ഈ മഴേന്റെ പാട്ട് ഓർമ്മയില്ല. ആ ഡാൻസ് ഞാന് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷയം തോന്നുന്നു. കഴിഞ്ഞ ജൂണും ജൂലൈയും ഫുള്ള് മഴക്ക് സാരിയിട്ട് ഞാൻ ചെയ്യും. മഴ അങ്ങനെ കാർമയെ കുറിച്ച് ചെറുങ്ങനെ പാറി തുടങ്ങുമ്പോ ഞാൻ സാരി എടുക്കുക. ഫുള്ള് സാരിയിലിട്ട് സെറ്റപ്പായി നിൽക്കും റീൽ ചെയ്യാൻ വേണ്ടിട്ട്. ആ മഴയുടെ സ്റ്റെപ്പെല്ലാം അതൊക്കെ തട്ടിമുട്ടിയെല്ലാം പഠിച്ചു വെച്ചിരിക്കും. നോക്കുമ്പോ മഴ പടുവി ഒറ്റ ഇട്ടോ സാരി ഇട്ടിട്ട് ഉച്ച വൈകുന്നേരം വരും. എന്നാലും മഴ പെയ്യുന്നില്ല. ഒഴിച്ചറിയാം. സാരിയെല്ലാം അയച്ച് ഡ്രസ്സെല്ലാം മാറ്റി എല്ലാം കഴിയുമ്പോ മഴ കോരിച്ചൊരിഞ്ഞു വീഴുന്നു. അതൊരു അനുഭവം. അതിനെ കാര്യം പറയുന്നതാണ്. അത് പറഞ്ഞിട്ടാ ഫുള്ളെറ്റ് നോൺ പറയും. എന്റെ അമ്മയെ അമ്മ കഴിഞ്ഞ് കഴിയുമ്പോ മഴ എങ്ങോട്ടോ പോയിരുന്നു. ലൈവിൽ വരുമ്പോൾ ഒരു വിഷയത്തിൽ നിന്നുള്ള സംസാരമല്ലേ നല്ലത്? എങ്ങനെയാണ്? അല്ല, അത് തോന്നുന്നില്ല. ഞാൻ റീൽസ് എല്ലാം ഇപ്പോൾ കുറവാണല്ലേ? സത്യം കുറവാണ്. റീൽസ് കുറവാണല്ലേ? കുറവാണ്. എന്തോ ഒരു മൈൻഡ് ഒരു അങ്ങനെ കിട്ടുന്നില്ല. നമുക്ക് റീൽസ് ഇടുമ്പോൾ അതിൻ്റെതായിരുന്നേ ഒന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. വീണ്ടും തുടങ്ങുന്നുണ്ട്. എല്ലാവർക്കും കേട്ട് വർക്കെന്നാണ് പറയുന്നില്ല. ഓരോ മോളിംഗായി അനുസരിച്ച്. എന്താണ് കാപ്പിക്ക് കഴിക്കാൻ? കാപ്പിയല്ല, കട്ടനാണ്. കട്ടൻ ഉരുളക്കിഴങ്ങ് ദോശയും. എന്നിട്ട് അങ്ങനെയാണ് ജൂണും ജൂലൈയും ഞാൻ മഴക്ക് വേണ്ടിയിട്ട് സാരിയിലിട്ട് റെഡിയായിട്ട് ഇത്രയും കോരിച്ചെറിയ മഴയുണ്ടായിട്ടാണ്. നല്ല മഴക്ക് മോന് സ്കൂൾ പോയിട്ടുണ്ടാവും. വീഡിയോ തന്നെ ആളുണ്ടേ. ഓൻ വന്ന സമയം ഓൻ ലീവുള്ള ദിവസം ഈ ഞൊരിഞ്ഞ് നിന്നിട്ട് മഴ എപ്പോഴും എന്നെ പറ്റിച്ച്. അതുപോലെ തന്നെ മഴയും. സത്യം മഴ ഇനി വരുന്നുണ്ട് ജൂൺ ജൂലൈ. അതിന് ഉറപ്പിന് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിച്ചു നോക്കണം. തട്ടിമുട്ടി നന്നായിട്ടുണ്ട്. ഓ അതെയോ? ഓക്കെ. നീ മാറ്റി കുളിച്ചനോടി അവനൊന്ന് മയ്യിൽ പോണം. എനിക്ക് മടിയായിട്ട് ഞാൻ പോകുന്നില്ല. അവന്റെ സ്കൂളിൽ അവന്റെ അക്കൗണ്ടിന്റെ കോപ്പി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു.
understand how we can have the ഗ്ലാമർ എല്ലാം പോയി അത്രേ കൊണ്ടുള്ള ഗ്ലാമർ പോയി This is what I am saying. How we can have blame in this area. അപ്പൊ മൈൻഡ് ശരിയല്ല. നമ്മള് എല്ലാ സമയം ഒരേപോലെ തുടങ്ങി വെക്കൂലാലും ഇപ്പം ഗ്ലാമർ പോകാൻ പറ്റിയിട്ട് പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. Kerala Vision TV. റീചാർജ് കഴിഞ്ഞു. ഞാൻ FB തുറക്കുന്നത് തന്നെ സിനിമയുടെ റീൽ കാണാം, പക്ഷേ നിരാശപ്പെടുത്തുന്നു. റീൽസ് കുറച്ചു. അതെയല്ലോ, റീൽസ് ഇടുന്നുണ്ട്, എന്തെങ്കിലും ആയിട്ട് ഇടാറുണ്ട്. പിന്നെ ഓവർ പാട്ടും പാടി ഇടണമെന്ന് വെച്ചാൽ ഇനി കുറച്ച് ഇറങ്ങി പുറപ്പെടാൻ തന്നെ വിചാരിച്ചിട്ട് ഉള്ളത്. മാങ്ങയെല്ലാം ഇനി പുതിയല്ലോ മഴ പോലെ അത് സത്യം. ഞാൻ ഇന്നലെ മഴ പെയ്തേ ഓർമ്മിച്ചു. എന്റെ അച്ഛന്റെ മാങ്ങ കടൽ നഷ്ടമായി പോവാനെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായി. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടുക്കള കാണാൻ. ഇന്നെന്ത് ഒരു ഡിസിപ്ലിൻ ഇല്ല, എല്ലാം കുറെ സെറ്റിങ്ങും കാര്യമൊക്കെ വേണം. അതൊന്നും ശരിയായില്ല. പരമാവധി തള്ളി കേൾക്കില്ല. കാണുന്നില്ലല്ലോ. എന്നാ ശരി, ഞാൻ ഇൻസ്റ്റ ലൈവ് ഇടട്ടെ. ബൈ, സീ യു. റാഷിദ് ഹായ്, ഗുഡ് മോർണിംഗ്. റാഷിദ് ഗുഡ് മോർണിംഗ്. ഈ ഫേസ്ബുക്കിൽ മാത്രം ഇടുമ്പോൾ നെറ്റ് സ്ലോ, ഇൻസ്റ്റയിൽ ഇടുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം പറയുന്നില്ല. എന്താ സംഭവം? ബിജിന് ഓടിക്കോളൂ, ഓടിക്കോളൂ. ഫാമിലി കാണാൻ ഭംഗിയുള്ളത് പോലെ തന്നെ വീടും അടുക്കളയും. പിന്നെന്താ, എന്നത്തിന് ശരി. ബൈ, സീ യു. ലൈവൊക്കെ കട്ട് ചെയ്യുന്നു. എന്നാ ശരി, പിന്നെ കാണാം. ഓക്കെ ഓക്കെ, ഞായറാഴ്ച ലൈവിൽ വരാം. ഓക്കെ, ഞായറാഴ്ച ലൈവ് ഇടാം. മേക്കപ്പ് ഇല്ലാതെയാണ് നല്ലത്. മേക്കപ്പ് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരെണ്ണാച്ച് ലുക്കില്ലേ കുറച്ച് അലക്ക് പോക്ക. ഓക്കെ, ഓടിക്കോൾ. സ്വാമി ശരണം. മേക്കപ്പ് ഇല്ല, ശരിയല്ല. രാവിലത്തെ ചായപ്പൊടി കഴിയുമ്പോഴേക്ക് മേക്കപ്പ് ഇടാൻ വയ്യ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റീൽസ് ഇടുന്നതും ഒറിജിനലും ആൾക്കാർ കാണണം, അല്ലെങ്കിൽ ശരിയല്ല. ചൂടെങ്ങനെ കണ്ണൂര് എന്റെ ചൂടിന്റെ കാര്യം പറയേ വേണ്ട. ചൂടെടുത്ത് കൂട്ടിന്റെ വെയില് തീ പൊള്ളുന്ന അവസ്ഥ. ശരിക്ക് ഇന്റർലോക്ക് ചെയ്ത കട്ടിയാണ്. അവിടെ ഒരു പൊളിസി അടിച്ചാല് മിക്കവാറും അത് പൊയ്യും സാധ്യതയുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ബുൾസി വേണം, അല്ലെ ഗോതമ്പ് ദോശ വിട്ടാലോ എന്ന് ആലോചിക്കില്ല. ഇല്ല, അടിപൊളി. ഇതാണ്. ഓ അതെയോ, ഓക്കെ. അങ്ങനത്തെ ചൂട് കാലാവസ്ഥയല്ലേ നമ്മളെ നാട്ടില്. പൊട്ട് വെച്ച് ഇവിടെ ഒരു കുണ്ടായ അവസ്ഥ. ഇൻസ്റ്റ ID. അയ്യോ, അപ്പൊ എന്റെ ഈ സ്റ്റാറ്റസ് ഇല്ലേ, ഫേസ്ബുക്കിലിടുന്ന സ്റ്റാറ്റസ് ഇല്ലാത്ത വീഡിയോ ഇങ്ങനെ മുഖം മറിക്കൂലേ, അത് ആ മുഖം മറിച്ചിട്ടും അതിലുള്ള ഡയലോഗോ അല്ല അതിലുള്ള മ്യൂസിക് അല്ല വേറെ മ്യൂസിക് ഇടാം. അതാണ് മുഖം മറിക്കുന്നത്. അതിന്റെ വീഡിയോ അതിൽ കാണാൻ പറ്റില്ല. അപ്പൊ ആ സ്റ്റാറ്റസിൽ ഒന്നിങ്ങനെ തൊടുമ്പോ വ്യൂ ഇൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറയും. ആ ഇൻസ്റ്റാഗ്രാമിലേക്ക് തൊട്ടാല് ആ എഴുതിയതിന്റെ മേലെ തൊട്ടാൽ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആ വീഡിയോ പോവാം നിങ്ങൾ കാണുന്നത്. അപ്പൊ കുറെയൊക്കെ അത് അറിയില്ല അല്ലെ. ഇപ്പൊ എന്താ ചെയ്യാ, ലൈവില് പറയാം. അങ്ങനെയാണത്. ഇൻസ്റ്റ ID ഇത് തന്നെ, സൗമ്യ ദാമോദരൻ. പ്രൊഫൈലു
അത് തന്നെ മഞ്ഞസാരി. മേക്കപ്പ് ഇല്ലാത്ത രസമുണ്ട്, വിഷമം വേണ്ട. ഓ അതെയോ, താങ്ക് യു. അങ്ങനെ വിഷമമൊന്നുമില്ല, അങ്ങനത്തെ സങ്കടമൊന്നുമില്ല. ഉള്ളതല്ലേ ഉണ്ടാവും, പിന്നെ ഇല്ലാത്തത് കൊണ്ട് കരിഞ്ഞു വരുത്തിക്കാനൊന്നും ആർക്കും ആവൂല. രാഹുൽ ചുക്ക് അറിയുമോ? ഇത് ചുക്ക് അറിയുമോ? എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇൻസ്റ്റയിൽ ഐഡിയ ഇത് തന്നെ. പിന്നെ ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോസിനെല്ലാം ആടെ ഒന്നിങ്ങനെ ആ മുഖം മറച്ചിലിട്ടല്ല, കുറച്ച് ഇങ്ങോട്ട് സ്ഥലം ഉണ്ടാവില്ലേ, ആടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തൊടുക. അപ്പൊ ഇൻസ്റ്റാഗ്രാം എന്നാണ് എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ തൊട്ടാ കിട്ടൂല, അതൊന്നും കൂടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ ഇൻസ്റ്റാഗ്രാമാണ്, നേരെ അത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും. അതാണ് ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസെല്ലാം എടുക്കല്. ഒരുപാട് റീൽസെല്ലാം അതിലുണ്ട്. ഈ ഫേസ്ബുക്കിൽ അത്ര ഇല്ല. ഫേസ്ബുക്കിൽ ഞാൻ ഇടല് കുറച്ച് കുറഞ്ഞിന്. ഇതിനകത്ത് ഇൻസ്റ്റയിലെല്ലാം അപ്പപ്പോ വീഡിയോ എടുക്കുന്നത് നേരെ ഇൻസ്റ്റയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും. ചിലപ്പോ ഒരു ദിവസം 3-4 എടുത്തേ ഉണ്ടാവും. ഫേസ്ബുക്കിൽ ഇടല് ഞാൻ കുറച്ചിന്. അതാണ് യദു കൃഷ്ണൻ. ഹായ്, ഇതാണ് നെഗറ്റീവ്, എല്ലാം പോസിറ്റീവ് ആക്കി എടുക്കുക. കറക്റ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒന്നും നെഗറ്റീവില് അങ്ങനെ വീട് തകർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഫുള്ള് പോസിറ്റീവ് ആണ് കേട്ടാ. എന്താ ഉദ്ദേശിച്ചേ? എന്തെന്ന് ചുങ്കേ എന്നാ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്നാ ഇവര് എഴുതിയത് ചങ്ക് എന്നാ. ഷോ ചങ്ക്. ഓക്കേ. എല്ലാരും ഫേസ്ബുക്കിൽ ഇടുന്ന വീഡിയോ ഇല്ലേ, അത് അങ്ങനെ തൊട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണം കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അതില് കുറേ ഉണ്ട് ഇല്ലാത്തില്ല. ബിനിൽ, ഹായ് ബിനിൽ. ഇൻസ്റ്റയിലും കൂടി ഫുൾ സപ്പോർട്ട് തരും. എന്നാൽ ഇനി നോക്കട്ടെ. ഓക്കെ. അപ്പൊ ഇത്ര കാലം ഇൻസ്റ്റയിലും കണ്ടിട്ടില്ലേ? യൂട്യൂബിൽ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യണേ. സൗമ്യ ദാമോദരൻ യൂട്യൂബിൽ. ഒരു ചുവന്ന പ്രൊഫൈലാണ്, അതിന്റെ പ്രൊഫൈൽ മാറ്റണേ. ഒരു ചുവന്നതാണ്, സൗമ്യ ദാമോദരൻ. ഒന്ന് സെർച്ച് ചെയ്യണേ. ഓക്കെ, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യും. അതാണ്, ആ ചിരി കണ്ടാൽ അറിയാം. അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആളല്ല കേട്ടാ. പണ്ടുണ്ടായിരുന്നു, അതിലിപ്പോ പോയിട്ട് ഇപ്പൊ ഫുൾ ആക്റ്റീവ്. ഞാൻ എന്താ ചിരി വരുന്ന എനിക്ക് പൊതുവെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫുൾ ചിരി സഹിച്ചു പിടിച്ചാല് ചിരി നിർത്താം. അരുൺ ഹായ്. ഹായ് അരുൺ ഹായ്. നമ്മൾ ആരും അങ്ങനെ നെഗറ്റീവ് പറയുന്നതിനെ ഓർത്തിരിക്കാൻ പാടില്ല. നമ്മളിപ്പോ എന്താ പറയാ, നമുക്ക് നമ്മളേതായൊരു കോൺഫിഡൻറ്റ്, അതായത് എന്താ പറയാ, നമുക്ക് നമ്മളേതായ ഒരു വിശ്വാസം നമുക്ക് വേണം. എന്നാലേ മറ്റുള്ളവരെന്ത് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കും. അങ്ങനെയുണ്ട്. വേറെ പിന്നെ വേറെ ഞാനില്ലേ ബോൾ കളിക്കാൻ വരുന്ന പിള്ളേരെ ഇപ്പൊ കാണുന്നതിൽ ഒരാഴ്ചയായിട്ട് ഞാൻ ഇവിടുത്തെ കൊല വെക്കുന്നതിന്. അപ്പൊ മൈസൂർ കൊല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബോൾ കളിക്കുന്ന പിള്ളേർക്ക് കൊടുക്കാന്ന് ഏറ്റവും കാണുന്നില്ല. കൊല തേച്ച് പഴുത്ത് കെട്ട അടിയിലെത്തി തേച്ചെടുത്ത് അടി കംപ്ലീറ്റ്. നമുക്ക് കളിക്കുന്നവർക്ക് പഴം കൊടുക്കാൻ പീടിയെ കൊടുത്താൽ അത്രയില്ല പൈസ കിട്ടും. അതിനെ കൊണ്ടുവന്ന കാര്യം ഒരു 100 രൂപ 150 കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് നോക്കുമ്പോ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ വെച്ച പഴാന്ന്. അവരാ കൊല പഴുത്ത മുതൽ ഇങ്ങോട്ടേക്ക് വന്നില്ല. ഫുള്ള് കെട്ടി കാണ്ടി മോട്ടർ ഇടുന്നില്ല. അപ്പൊ ഇവരെവിടെയാ പോയ ബോൾ കളിക്കാൻ ഞെട്ടില്ലാത്ത അവസ്ഥയിൽ. എന്ത് പറ്റി? ചുമ്മാ പിടിച്ചു മഴങ്ങനല്ലേ. അല്ല, അത് എനിക്ക് ഒന്നുകൂടി ഭക്ഷണം കഴിച്ചു കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ ഒരു തൊണ്ടക്ക് അത് പൊതുവെ എനിക്ക് എണ്ണേന്റെ വന്നിട്ട് വേണോ നിങ്ങൾക്കറിയില്ലേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ടക്ക് ഒരു കുത്തലാവില്ല കുറേ സമയത്തേക്ക്. ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം. രസ്ന ഹായ്. രാഹുൽ ഓക്കെ. എന്നാണല്ലോ കടല ഡൂറ